ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പം ആദ്യത്തെ ദിവസമാണ്. നമുക്കപ്പം പുറത്തേക്ക് പോകാം. അയ്യോ, എന്തോ ഈ പടി അങ്ങോട്ട് വിടുന്നില്ല. പടി ഇറങ്ങി നമ്മൾ വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഇവിടെ ഒരു കാർ കിടപ്പുണ്ട്, നമ്മുടെ ഫോർച്യൂണർ ഇവിടെ കിടപ്പുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് പോകണ്ട, ആരുടെയെങ്കിലും ഒരു കാർ നമുക്ക് അടിച്ചു മാറ്റിയിട്ട് അതിനകത്ത് പോകാം. അതിൽ പോകുന്ന ഒരു സുഖം നമ്മുടെ സ്വന്തം വണ്ടി പോകുന്നതിന് കിട്ടത്തില്ലല്ലോ. അപ്പം നമുക്ക് റോഡിലോട്ട് ഇറങ്ങി നോക്കാം. ഇവിടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് നല്ല കാറുകളൊക്കെ വരുവാണെങ്കിൽ നമുക്കൊന്ന് പിടിച്ചു തീർക്കാം. അപ്പൊ ഈ ഒരു പോക്ക് പോയാൽ പെട്ടെന്നങ്ങ് അങ്ങ് റോഡിലെത്തില്ല. അപ്പോൾ ഒന്ന് സ്പീഡിൽ അങ്ങോട്ട് പോകാം നമുക്ക്. പെട്ടെന്നാവട്ടെ പെട്ടെന്ന് നടക്കണോ. അപ്പം എന്താണ്, നമ്മള് റോഡിലെത്താറായി. അതുകൊണ്ട് ഒരു ചുവപ്പ് കാർ വരുന്നുണ്ട്. അപ്പൊ ഈ കാറ് തന്നെ അങ്ങോട്ട് ഒന്ന് സെറ്റ് ആക്കിയാലോ, നമുക്ക് ഈ കാറിൽ തന്നെ ഒന്ന് പോകാൻ പറ്റിയാലോ. ഇത് തന്നെ നമുക്കൊന്ന് അടിച്ചു മാറ്റാം. അപ്പം അതും പയ്യാണ് വരുന്നത്. കാറ് പതുക്കെ നിരങ്ങി വരുന്നുണ്ട്. ഇവിടെ വെച്ച് നമുക്ക് ഓടിച്ചിട്ട് പിടിക്കുക അതിനെ. അയ്യോ, അങ്ങോട്ടല്ലേ പോണ്ടേ, ഇവിടെ നിൽക്കോ. ഇവിടെ നമ്മൾ പിടിച്ചു നിർത്തിയിട്ടുണ്ട് കാറിനെ. അപ്പൊ ഇനി നമുക്ക് ഇതിലിരിക്കുന്ന ആളിനെ പിടിച്ച് വെളിയിലിട്ടിട്ട് നമുക്ക് ഈ കാറിന് ഐസായിട്ട് അങ്ങ് അടിച്ചോണ്ട് പോവാം. അതേടാ, അവൻ ഇറങ്ങി തന്നിട്ടുണ്ട്. അവനെ പിടിച്ച് താഴെയിട്ട് നമുക്ക് പയ്യെ അങ്ങോട്ട് നമ്മുടെ കാർ എടുക്കാം. ആദ്യം നമുക്ക് ഈ സിറ്റിയൊക്കെ ഒന്ന് കറങ്ങി കാണണം. ഇവിടെ ഫ്ലൈറ്റൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട്. ഒരുപാട് ഫ്ലൈറ്റുകളൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന എയർപോർട്ടാണെന്നാണ് തോന്നുന്നത്. ഫ്രണ്ടിൽ ഒരുപാട് കാറൊക്കെ പോകുന്നുണ്ട്. ഇത് റോഡിലൊക്കെ ഭയങ്കര തിരക്ക് കുറവാണ്. അയ്യോ, വഴി മാറിപ്പോയി ഗൈസ്. കാർ അങ്ങോട്ടോ പോയി. എല്ലാവരുടെ അടിച്ചോണ്ട് വന്ന കാറില്ലേ, അതാണ്. ഇപ്പൊ ഞാൻ താഴെ വീണിട്ടുണ്ട്. ഇനി ഇവിടുന്ന് പതുക്കെ എഴുന്നേറ്റ് നടക്കാം. നമുക്ക് വേറൊരു കാറ് കിട്ടുമെന്ന് നോക്കാം. ഇനി എവിടെയെങ്കിലുമൊക്കെ ആരുടെങ്കിലും കാറുണ്ടോ എന്ന് നോക്കാം. പതുക്കെ നടന്നാൽ പറ്റില്ല. നമുക്കൊന്ന് സ്പീഡിൽ ഓടി നോക്കാം. എവിടെങ്കിലും ഒരു നമുക്ക് പറ്റിയ കാറുണ്ടോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അവിടെ ഒരു ചോപ്പ് കാർ പോകുന്നുണ്ട്. അത് ഓടിച്ചിട്ട് ഒരിക്കലും നടക്കത്തില്ല. അപ്പൊ നമുക്ക് വേറെ കാർ എവിടെങ്കിലും ഉണ്ടോന്ന് നോക്കാം. ഗൈസ്, അപ്പം നമ്മളിവിടെ നോക്കുമ്പോ ഒരു പച്ച കളറുള്ള കാറ് അവിടെ ആയിട്ട് ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് നൈസായിട്ട് അടിച്ചുകൊണ്ട് പോവാം. ഈ സിറ്റിയൊക്കെ കറങ്ങുന്നതിന് ഈ കാറിന്റെയൊക്കെ ആവശ്യമുള്ളത് ലംബോർഗിനിയാണെന്നാണ് തോന്നുന്നത്. നമുക്ക് അതിൻ്റെ അടുത്തേക്ക് ചെല്ലാം. വേഗം ഓട്. പയ്യാണ് നടന്നു നോക്കുന്നത്. അതിനകത്ത് ഒരാളിരിപ്പുണ്ട്. ആരെയോ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുകയാണെന്നാണ് തോന്നുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇവനെ പിടിച്ച് വെളിയിലിട്ടിട്ട് നമുക്ക് ഈ കാർ നൈസായിട്ട് അങ്ങ് അടിച്ചുകൊണ്ട് പോവാം. ഇപ്പൊ ഗൈസ്, അയ്യോ, അവിടെ നിന്ന് വട്ടം കറങ്ങാതെ ഇങ്ങോട്ട് നോക്കൂ. ഇങ്ങോട്ട് നോക്ക്. ഇപ്പുറത്തോട്ട് തിരിക്ക് പെട്ടെന്നായിട്ട്. അവൻ കാറും കൊണ്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് അവനെ പിടിച്ച് വെളിയിലിടണം. അവനെ നമുക്ക് നൈസായിട്ട് പിടിച്ച് വെളിയിലിട്ടിട്ടുണ്ട്. ഇനി ഈ കാറും കൊണ്ടങ്ങ് പോവാം. അടിപൊളി കാറാണ്. കാണാനൊക്കെ ഒരു ഇതും പറയാനില്ല. അടിപൊളിയാണ്. നല്ല ലുക്കാണ് കാറിന്. അപ്പൊ നമുക്ക് ഇനി നമ്മൾ ശ്രദ്ധിച്ചു പോകണം. വഴിയൊന്നും കാണാതെ ഇങ്ങനെ കാറൊന്നും ഇനി വഴിയിലെങ്കിലും കാറ് കിട്ടിയില്ലെങ്കിൽ വലിയ കുഴപ്പത്തിലാവും. അതുകൊണ്ട് നമുക്ക് നൈസായിട്ട് നോക്കി റോഡിൽ കൂടെ പോകണം. ഇപ്പൊ റോഡൊക്കെ നമുക്ക് അങ്ങോട്ട് പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. ഇതിൽക്കൂടെ ഒരു പെണ്ണൊക്കെ നടന്നു പോകുന്നുണ്ട്. അവിടെയും കുറെ ഫ്ലൈറ്റ് ഒക്കെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരെ പോവാണ്. ഇതുവഴി ഒന്ന് പോയി നോക്കാം. ഇവിടെ ഒരു കാറ് പോകുന്നുണ്ട്. ഇതിന്റെ ഡോറൊക്കെ തുറന്നു പോകുന്നുണ്ട് ഇടയ്ക്ക്. അയ്യോ, കാറിനെ പോയി ഇടിച്ചു. ഇനി നമുക്ക് റിവേഴ്സ് ഇട്ടിട്ട് ഒന്ന് മാറ്റി പിടിച്ചു പോവാം. ഇതുപോലെ തന്നെയുള്ള സെയിം കാറുകളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. നമുക്ക് പയ്യെ ഒന്ന് പോവാം, സൂക്ഷിച്ചൊക്കെ പോവാം. ഇപ്പൊ നമ്മൾ നൈസായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. മുമ്പിലേക്ക് പോകുമ്പോൾ കുറെ ബിൽഡിംഗ് ഒക്കെ കാണുന്നുണ്ട്. ഇതേപോലെ സെയിം കാറുകൾ ഒരുപാടുണ്ട് ഈ സിറ്റിയില്. അയ്യോ, ഇതിന്റെ ഡോറൊക്കെ ഇളകിപ്പോയി. ബമ്പർ ഡോറൊക്കെ ഇളകിപ്പോയി. ഇതിന് കുഴപ്പമില്ല, കാറ് ഓടുന്നുണ്ട്. ഒരു ആളുകളൊക്കെ നടന്നു പോകുന്നുണ്ട്. നമുക്ക് പതുക്കെ അങ്ങോട്ട് പോകാം. ഡോർ ഇടയ്ക്കിടയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്. ഡോർ ഇടയ്ക്കിടയ്ക്ക് തുറന്നു പോകുന്നുണ്ട്. നമുക്ക് ഈ ഹൈവേ വിട്ട് നമുക്ക് ഈ പുൽമേട്ടിൽ കൂടെ അങ്ങ് പോയാലോ. ഓക്കെ, അപ്പൊ ഞാൻ ഇതിലേ കൂടെ അങ്ങ് പോവാണ്. ഇവിടെ നേരെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ റോഡ് കാണാം. ഇത് ക്രോസ് ചെയ്യുമ്പോൾ നമ്മളിവിടെ എത്തിയത് ഒരു ബീച്ചിലാണ്.
ഇത് കൊള്ളാം, വൈബ് സൂപ്പർ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. ഇത് തെങ്ങിലിടിച്ചെന്നാ തോന്നുന്നത്, തേങ്ങയൊന്നും വീഴാനോ ഭാഗ്യം. അപ്പൊ ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമുക്ക് നേരെ നമുക്ക് ആ ബീച്ചിൽ പോയി ഒന്ന് കുളിച്ചിട്ടൊക്കെ വരാം. നല്ല വെയിലുണ്ട്, പുറത്ത് ഭയങ്കര ചൂടാണ്. അപ്പൊ നമുക്ക് നേരെ പോയി ഒന്ന് കുളിച്ചിട്ട് വരാം. അപ്പൊ നടന്ന് ബീച്ചിലധികം ആളൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. അപ്പൊ നമുക്ക് നൈസായിട്ടൊന്ന് പോയി മുങ്ങി കുളിച്ചിട്ടൊക്കെ വരാം. ഈ ചൂടൊക്കെ അല്ലേ ഒന്ന് മാറട്ടെ. ഇവിടെ അധികം ആളിനെ ഒന്നും കാണുന്നില്ല, ആളില്ലെന്നാ തോന്നുന്നത്. എല്ലാവരും ഈ വൈകുന്നേരം ആകുമ്പോഴല്ലേ ഒരു ബീച്ചിലെ ഒരു വൈബൊക്കെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് ആളില്ലാത്തത്. അപ്പൊ നമുക്ക് നൈസായിട്ട് പോയി ഒന്ന് കുളിച്ചിട്ട് വരാം. ഒരുപാട് ദൂരമുണ്ട് എത്താന്. നമുക്ക് ഇതിലൊന്ന് കിടന്ന് കുളിച്ചിട്ട് കയറാം. അപ്പൊ നമ്മള് ഇറങ്ങിയിട്ടുണ്ട്, വെള്ളത്തിലോട്ട് ഇറങ്ങുവാണ്. ഇനി നമുക്കൊന്ന് നീന്തി കുളിച്ചിട്ട് നല്ല ഒരു ഇതാണ്, വൈബാണ് ഇവിടെ കിട്ടുന്നത്. ബീച്ചിന്റെ ചൂടൊക്കെ ഒന്ന് മാറി, ഭയങ്കര വെയിലാണ് ഇവിടെയൊക്കെ. അപ്പൊ നമുക്കിനി പതുക്കെ നമുക്ക് കയറാം. ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ പോയി നമ്മുടെ വണ്ടിയിൽ പോകാം. അതിനു മുമ്പേ നമുക്ക് ഇവിടെ ഒരു ബെഡ് കിടക്കുന്നുണ്ട്, നമുക്ക് കിടക്കാൻ പറ്റുമോ നോക്കാം. ഡയറക്റ്റ് ബുക്ക് ചെയ്തിട്ടാണെന്ന് അറിയില്ല, നോക്കട്ടെ. കസേരയിൽ നമുക്ക് കിടക്കാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. ഇവിടെ കിടക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് നൈസായിട്ട് അങ്ങ് പയ്യെ അങ്ങ് പോകാം. ഇവിടെ കാറ് കുറച്ച് അങ്ങ് അകലെയാണ് കിടക്കുന്നത്. നമുക്കിനി കുറച്ച് ഓടി അങ്ങോട്ട് അങ്ങ് പോവാം. കുറച്ച് ദൂരം ഓടണം, എങ്കിലേ നമ്മൾ കാറിന്റെ അടുത്ത് എത്തത്തുള്ളൂ. ഓടിയിട്ട് എത്തുന്നില്ല. അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ കാറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നൈസായിട്ട് കാറിൽ കയറി നമുക്കിനി അടുത്ത സിറ്റിയിലെ വേറെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പൊ നമ്മൾ കാറിൽ കയറി നമുക്ക് പയ്യെ ഇവിടുന്ന് പോകാം. ഓക്കെ ഗൈസ്, നമ്മൾ ഇവിടുന്ന് അങ്ങനെ പതുക്കെ നമ്മൾ ബീച്ചിന്റെ ആ ഒരു ഇതിൽ നിന്ന് അങ്ങോട്ട് റോഡിലേക്ക് പോവാണ്. നമുക്ക് സിറ്റിയൊക്കെ ഒന്ന് കാണണം. അപ്പൊ നമുക്ക് പയ്യെ പോവാം. കാറാണ്, അതുകൊണ്ട് നമുക്ക് ഇനി തട്ടിയാലൊന്നൊരു വിഷയമില്ല. അപ്പൊ നമുക്ക് പതുക്കെ അങ്ങോട്ട് പോവാം.